ഹായ്, നമുക്കിന്ന് മച്ചാട് മാമാങ്കം കണ്ടാലോ. തൃശ്ശൂർ ജില്ലയിലെ തെക്കുംകര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ തിരുവാണിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ നടക്കുന്ന ഒരു ഉത്സവം, ഒരു പൂരാണ് മച്ചാട് മാമാങ്കം. അപ്പം ഞാൻ ജനിച്ചന്ന് തൊട്ട് കാണുന്ന ഒരു ഉത്സവമാണ് കേട്ടത്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ടും ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ ആയതുകൊണ്ടും എനിക്ക് എൻ്റെ ഹാർട്ടിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആഘോഷമാണിത്. ഇത് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ ഒരു ചൊവ്വാഴ്ചയാണ് ഈ പൂരം ഉണ്ടാവാറ്. അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അതിരാവിലെ അല്ല, ഒരു 10:30 നേരത്തൊക്കെയാണ് നമ്മൾ പോയത്. പിന്നെ ഇപ്രാവശ്യത്തെ പൂരം നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. കാരണം രോഹിത്തിൻ്റെ ഫാമിലിയും എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് പുതിയ അതിഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുതതിന് ശേഷം ഒരു പറമ്പൊക്കെ നമ്മളൊന്ന് കണ്ട് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആനയില്ല, ഇവിടെ കുതിരയാണ്. വൈക്കോല് കൊണ്ടാണ് ഈ കുതിരേനെ ഉണ്ടാക്കുക. 7 ദേശത്തിൻ്റെ കുതിരകളുണ്ട്. പിന്നെ കൂടുതൽ ഇതിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി ഞാൻ പറയണില്ല, കാരണം ചിലപ്പോൾ എൻ്റെ അറിവിൽ കുറച്ച് തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ റീല് കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത്തിരി നന്നായിരിക്കും. പിന്നെ നമ്മളൊരു 3 മണി 3:30 നേരത്ത് നമ്മൾ പാടത്തേക്ക് പോയി. പാടത്ത് ഈ കുതിരകളതിനെ കുതിരച്ചാട്ടത്തിനായിട്ട് പാടത്ത് കൂടെ നമ്മുടെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ 7 ദേശത്തിൻ്റെ കുതിരകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കുതിര എന്ന് പറയുന്നത്, അതായത് ഉയരം കൂടിയ കുതിര മംഗലം ദേശത്തിൻ്റെ കുതിരയാണ്. ഒരു വൈറ്റിലെ ബ്ലാക്ക് കളർ സ്ട്രൈപ്സ് ഉള്ള കുതിര. പക്ഷെ ആ കുതിരേനെ നമുക്കിതിൽ കാണാൻ പറ്റില്ല. ആ കുതിരേനെ ഞാൻ കണ്ടില്ല, പിന്നീട് അമ്പലത്തിൽ വെച്ചിട്ടാണ് കണ്ടത്. എന്ത് പറ്റിയാവോ കുതിരയ്ക്ക്. പിന്നെ ഈ കുതിരകളൊക്കെ പോയതിന് ശേഷം അതിൻ്റെ പിന്നാലെ കുംഭക്കുടം പോവും. അപ്പം ഇവരൊക്കെ നേരെ അമ്പലത്തിലേക്കാണ് പോണത്. പക്ഷെ നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല കേട്ടോ. കാരണം എനിക്ക് ജോലിക്ക് കയറിയതുള്ളത് കൊണ്ട് എനിക്ക് ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് 6:30 ജോലിക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് വെടിക്കെട്ടൊക്കെ മിസ്സായി. പക്ഷെ നിങ്ങൾ വേറെ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, വെടിക്കെട്ട് നല്ല ഗംഭീരമായിരുന്നു. പക്ഷെ ഇത്തിരി നേരത്തെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യത്തെ വെടിക്കെട്ട്. അങ്ങനെ കുംഭക്കുടമൊക്കെ പോയതിന് ശേഷം ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയി. ബാക്കി എല്ലാവരും എല്ലാം കണ്ടു കേട്ടോ. രോഹിത്തും ഞാനും മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നുള്ളൂ എൻ്റെ വർക്കിന് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ പറ വരിക പൂരത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി 4:30 നേരത്താണ്. അപ്പോൾ ഇവിടെ പറയ്ക്ക് വെളിച്ചപ്പാടല്ല, ഇളയതാണ് വരിക. ഈ ഇളയതിനെ തോളിലേറ്റിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ വീട്ടിലും പറയുണ്ടായിരുന്നു. അങ്ങനെ പറ വന്ന് പോയതിന് ശേഷം നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് ഒന്നും കൂടി പോയി. സാധാരണ പറ വന്ന് പോയാൽ നമ്മളെല്ലാവരും വീണ്ടും ഉറങ്ങാൻ പോവുകയാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം രോഹിത്തും ഞാനും ഗീതും പിന്നെ എൻ്റെ ഒരു കസിനൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിണ്ടായി. പിന്നെ ഈ പൂരണ്ടല്ലോ ഇപ്പം തന്നെ അവസാനിക്കില്ല. ഒരു 11 മണി 11:30 12 മണിയോട് കൂടിയിട്ടാണ് സമാപിക്കുക. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ ഒന്നും കൂടിയും പോയതാണ്. അപ്പോൾ ഈ കുതിരച്ചാട്ടത്തിൻ്റെ സമയത്ത് വലം വെക്കണ പോലെ ഇപ്പോഴും വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ മേളവും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഗമമായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അടുത്ത തവണ ഈ പൂരത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.